പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് സംബന്ധിച്ചും കള്ളവോട്ട് സംബന്ധിച്ചും രണ്ട് മുന്നണികളും വലിയ ചർച്ചകളിലും വിവാദത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏകദേശം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 1,68,000, അതായത് 3,70,70,000 കൂടുതൽ ഇത്തരത്തിലുള്ള വോട്ട് ഇരട്ട വോട്ട് എന്നുള്ളത് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് സമർപ്പിച്ചിരുന്നു. ആ റിട്ട് സമർപ്പിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ അന്ന് അവിടെ അഫിഡവിറ്റ് കൊടുത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ ലിസ്റ്റിൽ നിന്ന് പരിശോധിച്ച് ഒഴിവാക്കാമെന്നും ഇരട്ട വോട്ടുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്താതെ അതിനുള്ള സംവിധാനം നൽകാമെന്നും ഉറപ്പ് നൽകിയതാണ്. അതുപോലെ തന്നെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇത്തരം വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ. ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായിട്ടാണ് ജില്ലാ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കോടതി അലക്ഷ്യമാണ്. അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത ഹൈക്കോടതിക്ക് കൊടുത്ത ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്നു വരുന്ന ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള വിവാദം. രണ്ട് മുന്നണികളും ഇത്രയും കാലം ഇതിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയില്ല. രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ഉന്നയിച്ച സമയത്ത് രണ്ട് മുന്നണികൾക്കും ഇത് സംബന്ധിച്ചുള്ള പരാതിയില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ഇടതുപക്ഷവും UDF-ഉം ആണ്. ഈ 100% വോട്ടും ഇരട്ട വോട്ടുകളുടെ പിന്നിലുള്ളത് ഇടതുപക്ഷവും UDF-ആണ്. അതായത് CPM-ഉം UDF-ലെ കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളാണ്. ഞങ്ങൾ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ അത് പരിശോധിക്കാനോ അതിൽ ഒഴിവാക്കാനുള്ള ശ്രമമൊന്നും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ബൂത്ത് വൈസുള്ള പ്രിൻ്റ് ഔട്ട് ഇലക്ഷൻ കമ്മീഷൻ ലഭിക്കാവുന്ന തരത്തിൽ ആളുകളുടെ ഫോട്ടോ അടക്കമുള്ള ലിസ്റ്റാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് പെൻ ഡ്രൈവിലാക്കിയിട്ട്. പക്ഷേ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഈ 2,700 ഒന്നുമല്ല, 40,000 വോട്ട്, അതായത് 20,000 ഇത്തരത്തിലുള്ള വോട്ടുകളുണ്ട്. മറ്റുള്ള നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ള ആളുകളുടെ ഒരേ ബൂത്തിൽ തന്നെ 2ഉം 3ഉം വോട്ടുള്ള ആളുകളുണ്ട്. ഇവരെ വോട്ട് രേഖപ്പെടുത്താനുമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഇരട്ട വോട്ടുള്ള ആളുകളുടെ വോട്ട് സംബന്ധിച്ച് പരിശോധിച്ചാൽ അറിയാൻ കഴിയും. ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ 2 നിയോജക മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്ത ആളുകളുണ്ട്. കാലത്തൊരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യും, ഉച്ചയ്ക്ക് ശേഷം അടുത്ത നിയോജക മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്യും. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് രണ്ട് മുന്നണികളും കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇവരുടെ വിജയം ജനാധിപത്യപരമായിട്ടുള്ള വിജയമായിരുന്നില്ല ഇത്രയും കാലം എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, 2,700 വോട്ടല്ല വ്യാജ വോട്ട് ഉള്ളത്, 40,000-ഓളം ഉണ്ട് എന്നാണ്. 40,000, അതായത് 20,000 വോട്ട് അത് ഇരട്ട വോട്ടായി വരുമ്പോൾ 40,000 വരും. ഇവർക്ക് ഈ നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് പല ബൂത്തുകളിൽ വോട്ടുള്ള ആൾ ഒരേ ബൂത്തിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞത് കൊപ്പം, ഞാൻ നേരത്തെ പ്രതിനിധീകരിച്ച കൊപ്പം വാർഡിൽ ഒരാൾക്ക് 3 നമ്പറിലെ വോട്ട്, 3 ഐഡൻറ്റി കാർഡ് അയാളുടെ കയ്യിലുള്ളത്. അവരുടെ കുടുംബത്തിൽ 3 ആൾക്ക് ഇത്തരത്തിലുള്ള ഐഡൻറ്റി കാർഡുകളുണ്ട്. ഒരു ബൂത്തിൽ തന്നെ ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കണ്ടെത്താനും പരിഹരിക്കാനും കഴിയാത്തത്? ഇന്ന് എന്തൊക്കെ സാങ്കേതിക വിദ്യയുണ്ട്? AI ടെക്നോളജി ഉണ്ട്. AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരേ ഫോട്ടോ വരുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മണിക്കൂറുകൾ മതി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ഇത്തരത്തിൽ കണ്ടെത്താൻ കഴിയും. ഞാൻ ജില്ലാ വരണാധികാരിയോട് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടുകളുടെ ലിസ്റ്റും അവരുടെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഉണ്ടല്ലോ, എന്താ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ വരണാധികാരി അത് പരിശോധിക്കാത്തത്? ജില്ലാ വരണാധികാരി ഇടതുപക്ഷത്തിൻ്റെ തടവിലാണ്, CPM-ൻ്റെ തടവറയിലാണ്. അവരെ കോൺഗ്രസിനെയും CPM-നെയും സഹായിക്കാനായിട്ട് ഇത്തരം ഇരട്ട വോട്ടുകൾ അവർ ഒഴിവാക്കാൻ തയ്യാറാവുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതല്ല. കഴിഞ്ഞ തവണ ശ്രീധരൻ സാറിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം ഈ CPM-ൻ്റെ വോട്ട് പറിക്കലും അതോടൊപ്പം തന്നെ ഈ ഇരട്ട വോട്ടുക. ആ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കിയാൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ BJP 25,000-ൽ കൂടുതൽ വോട്ടുകൾക്ക് ഇവിടെ വിജയിക്കും.
ഞങ്ങൾ ഇപ്പോൾ ഈ പരാതികളെ സംബന്ധിച്ച് ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാൻ പോവുക. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കൊടുത്ത ഉറപ്പ് പാലിച്ചിട്ടില്ല. ഞങ്ങൾ കോടതിയെ സമീപിക്കുന്ന കാര്യം അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. ഈ ഇരട്ട വോട്ടിനെ കുറിച്ച് പറയുമ്പോഴേ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു കാര്യം ബി.ജെ.പി. ജില്ലാ അധ്യക്ഷന് പട്ടാമ്പിയിലും അതോടൊപ്പം തന്നെ പാലക്കാടും വോട്ടുണ്ട്. ജില്ലാ അധ്യക്ഷന് തന്നെ ഇത്തരത്തിൽ വോട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. ഞങ്ങളെന്താ പറഞ്ഞത്? എൻ്റെ വോട്ട് ഞാൻ മലമ്പുഴയിലേക്ക് താമസം മാറ്റി. എൻ്റെ വോട്ട് ഞാൻ മലമ്പുഴയിലേക്ക് മാറ്റാൻ കൊടുത്താൽ പാലക്കാടുള്ള എൻ്റെ വോട്ട് എനിക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ആരാ മാറ്റേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മാറ്റേണ്ടത്. ഇതിൽ വേറൊരു ഇതിൻ്റെ പിന്നിൽ വേറൊരു കഥ കൂടിയുണ്ട്. അതായത് 33-ാം ബൂത്തിൽ 16 പേരെ ഒഴിവാക്കി. അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞ ന്യായം എന്തായിരുന്നു എന്നറിയോ? നമ്പർ ഓഫ് വോട്ടേഴ്സ് അവരുടെ എണ്ണത്തിൽ വലിയ വർധന വന്നിട്ടില്ല. ദേശീയ ശരാശരിക്ക് ഒപ്പമാണ്. 15 മുതൽ 20% വരെ വർധനവേ ഉള്ളൂ. നിലവിൽ കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന BJP-യുടെയും അത്തരത്തിൽ നിഷ്പക്ഷമായിട്ടുള്ള ആളുകളുടെയും വോട്ട് ഒഴിവാക്കും. അതിന് പകരം ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള മറ്റ് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഈ നിയോജക മണ്ഡലത്തിൽ ചേർക്കും. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്ന സമയത്ത് ദേശീയ ശരാശരിക്കൊപ്പമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വരുന്ന വർധനവ്. നിലവിലുള്ള 16 വോട്ടർമാരെ കഴിഞ്ഞ 30-40 വർഷമായിട്ട് വോട്ട് ചെയ്യുന്ന 16 വോട്ടർമാരെയാണ് 33-ാം നമ്പർ ബൂത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. അതിന് പകരം ആഡ് ചെയ്യുന്നത് മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്പർ ഓഫ് വോട്ടേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ ഈക്വൽ ദേശീയ ശരാശരിക്കൊപ്പമാണ് വോട്ടിൻ്റെ വർധനവ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കി മറ്റുള്ള നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കള്ള വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തുകയാണ്. ഈ ജില്ലാ അധ്യക്ഷന് മത്സരിക്കണമെന്നോടെയാണ് ഇവിടെ വോട്ട് ചേർത്തതെന്നൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ. ഇത് ഏത് വിഡ്ഢിയാണ് ഇത് പറഞ്ഞത്? ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെങ്കിൽ അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ടുണ്ടായിട്ടാണോ മത്സരിക്കുന്നത്? ഇത്രയും ബോധമില്ലാത്ത ആളുകളാണോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുണ്ടായിട്ടാണോ ഇവിടെ മത്സരിക്കുന്നത്? എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ? മുനിസിപ്പൽ പരിധിയിൽ വോട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഏത് വാർഡിലും മത്സരിക്കാം. കേരളത്തിൽ എവിടെ വോട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ മത്സരിക്കാം. അതാണല്ലോ നിയമം. ഈ 33 നമ്പർ ബൂത്തിൽ നിന്ന് ഇതുവരെ എത്ര വോട്ടുകളാണ് കള്ളവോട്ടായിട്ട് മാറ്റിയിരിക്കുന്നത്? 16 വോട്ടുകൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന അവിടെ താമസിക്കുന്ന 16 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആ 16 പേർക്ക് പകരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ മറ്റുള്ള ബൂത്തുകളിൽ 16 പേരെ പുതുതായിട്ട് ആഡ് ചെയ്യും. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ 20,000 ഇരട്ട വോട്ടുണ്ട്. അതിന് പുറമെയുള്ള വ്യാജ വോട്ട് ഉൾപ്പെടെ ഏതാണ് 40,000 വരുമെന്ന് പറഞ്ഞു. ഇതുപോലെ മാത്തൂരും പിരായിരിലും കണ്ണാടിയിലും ഒക്കെ എത്രത്തോളം ഉണ്ട്? അല്ലേ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. നിയമസഭാ മണ്ഡലത്തിലാണ് പറഞ്ഞത്. മറ്റുള്ള ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ CPM വ്യാപകമായിട്ട് മാത്തൂരും കോൺഗ്രസും മാത്തൂരും പിരായിരിയിൽ കണ്ണാടിയിലും ചേർത്തിട്ടുണ്ട്. രണ്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുള്ള നിരവധി ആളുകൾ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഡാറ്റ കൊടുത്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ ഉത്തരവാദി. അവർ നടപടികൾ എടുക്കുന്നില്ല. അവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. അല്ല, ഞാൻ ഇന്ന് രണ്ടാമത്തെ വിഷയം, ഞാൻ പാലക്കാടത്തെ ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകും. വോട്ടർമാർക്ക് ഞാൻ പാലക്കാടിൻ്റെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാട്ടുകാർ ഏറ്റവും വലിയ യാത്രാക്ലേശം അനുഭവപ്പെടുന്നതാണ് ബാംഗ്ലൂരിലേക്ക് ഇന്ന് അവർക്ക് ട്രെയിനുകളുടെ അഭാവം ഉണ്ട്, എണ്ണത്തിൽ കുറവുണ്ട് ട്രെയിനുകളുടെ. അവർക്ക് പോയി വരാനുള്ള വലിയ അസൗകര്യമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 മാസത്തിനുള്ളിൽ പാലക്കാട് നിന്നും വന്ദേ ഭാരത് ട്രെയിന് ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. പാലക്കാട്ടുകാർക്ക് ബാംഗ്ലൂരിലേക്ക് പോകാൻ വന്ദേ ഭാരത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഇത് പാലക്കാട്ടുകാർക്കുള്ള ഉറപ്പാണ്, കൃഷ്ണകുമാറിന്റെ ഉറപ്പാണിത്. അല്ല, വന്ദേ ഭാരത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. ബാംഗ്ലൂരിലേക്കുള്ള യാത്രാക്ലേശം ഒഴിവാക്കാൻ പാലക്കാടിൽ നിന്നും കൂടുതൽ ട്രെയിനുകളിൽ നിന്ന് ഞാൻ പാലക്കാടത്തെ വോട്ടർമാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതി പാലക്കാടിൻ്റെ MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ 2 മാസത്തിനുള്ളിൽ 60 ദിവസത്തിനുള്ളിൽ പാലക്കാടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ദേ ഭാരത് ആരംഭിക്കും.
ഇന്നിപ്പോ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെയും 30 ഒബ്സർവേഴ്സിന്റെയും ഒക്കെ യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നതാണ് നമ്മൾ അല്ല, മനസ്സിലാക്കുന്നത്. കളക്ടർ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണല്ലോ വരുത്തിയത്. കളക്ടർക്ക് ഈ 6 മാസം കാത്തിരിക്കേണ്ടല്ലോ. ഞാൻ ആ ഹൈക്കോടതി ഓർഡർ മീഡിയ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ കളക്ടർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താ? എല്ലാം കുറ്റമറ്റ രീതിയിലാക്കും, പരിശോധിക്കും. ഒരു പരിശോധനയും ജില്ലാ കളക്ടർ നടത്തിയില്ല. ജില്ലാ കളക്ടർ CPM-ന്റെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുകയാണ്. CPM-നെയും കോൺഗ്രസിനെയും സഹായിക്കാനുള്ള ആളായിട്ട് ജില്ലാ കളക്ടർ മാറിയിരിക്കുകയാണ്. ജില്ലാ ഭരണാധികാരി മാറിയിരിക്കുകയാണ്. എത്ര പരാതി ഞങ്ങൾ ഒഴിവാക്കിയ ആളുകളെ സംബന്ധിച്ചുള്ള പരാതി കൊടുത്തു. എന്ത് നടപടിയാണ് ആ BLO-നെതിരെ സ്വീകരിച്ചത്? CPM ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും ആ BLO-നെ 176 നമ്പറത്തെ BLO-നെ ജില്ലാ കളക്ടർ വിളിച്ചു വരുത്തി. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ജില്ലാ കളക്ടർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ജില്ലാ കളക്ടർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. ജില്ലാ ഭരണാധികാരിയാണ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയാണ്. അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവണം. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ CPM-ന്റെ ചട്ടുകമായിട്ട് അവർ മാറിയിരിക്കുക.